വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ നാട്ടിൽ ആളില്ലാത്ത അവസ്ഥയാണ് പല മണ്ഡലങ്ങളിലും. കിഴക്കൻ പഞ്ചായത്തുകളിൽ കുടിയേറ്റം ഒരു സാമൂഹ്യ പ്രതിഭാസം എന്നതിലുപരി രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായി മാറുകയാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ നാട്ടിലില്ല. മൂവാറ്റുപുഴയുടെ കിഴക്കൻ പഞ്ചായത്തുകളിൽ കുടിയേറ്റം ഒരു സാമൂഹിക പ്രതിഭാസമെന്നതിലുപരി രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായി മാറുകയാണ്. മാറാടി, ആരക്കുഴ, ആയവന, ആവോലി, മഞ്ഞള്ളൂർ പഞ്ചായത്തുകളിൽ ആളില്ലാത്തതിനാൽ അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. മാറാടി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 350-ലേറെ വീടുകൾ നിലവിൽ അടഞ്ഞുകിടക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആരക്കുഴ, ആയവന, ആവോലി, മഞ്ഞള്ളൂർ എന്നീ പഞ്ചായത്തുകളിലും സമാനമായ അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയവരിൽ ഭൂരിഭാഗവും അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടിയിട്ടുണ്ട്. ഇവരുടെ പേരുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിലുണ്ടെങ്കിലും ഒരു വോട്ട് രേഖപ്പെടുത്താൻ മാത്രമായി വൻ തുക ചെലവാക്കി നാട്ടിലെത്താൻ ഇവർ തയ്യാറാകില്ല. ചില വാർഡുകളിൽ ഇത്തരം വോട്ടുകളുടെ എണ്ണം 100-ലധികമാണ്. മക്കൾ വിദേശത്തേക്ക് പോയതോടെ പ്രായമായ മാതാപിതാക്കൾ മാത്രമുള്ള വീടുകളും മാതാപിതാക്കളെ കൂടി വിദേശത്തേക്ക് കൊണ്ടുപോയതോടെ പൂർണ്ണമായും പൂട്ടിക്കിടക്കുന്ന വീടുകളും ഈ മേഖലകളിൽ ധാരാളമാണ്. പരമ്പരാഗത വോട്ടുകൾ ചോരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. ഓരോ വോട്ടിനും വേണ്ടി വീടുകൾ കയറിയിറങ്ങുന്ന സ്ഥാനാർത്ഥികളെ പലപ്പോഴും പൂട്ടിക്കിടക്കുന്ന ഗേറ്റുകളാണ് സ്വാഗതം ചെയ്യുന്നത്. വിദേശത്തുള്ളവർക്ക് ഓൺലൈൻ വോട്ടിംഗ് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ഈ അദൃശ്യ വോട്ടർമാർ ആർക്കും വോട്ട് ചെയ്യില്ല എന്നതുറപ്പാണ്. ഇത് പോളിംഗ് ശതമാനം കുറയ്ക്കുകയും ചെയ്യും. കുടിയേറ്റം മൂലമുണ്ടാകുന്ന ഈ വോട്ട് കുറവ് സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. മാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.